Hi, hello dears. It's me and she from MS Solution. മക്കളെ നമ്മൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ആറാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മെറ്റൽസ് കുറഞ്ഞ സമയം കൊണ്ട് സെറ്റ് ആക്കിയാലോ. സോ നോക്കിക്കോ എന്തൊക്കെയാണ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. ഒന്നാമത് നമുക്ക് നോക്കാനുള്ളത് മിനറൽസ് അഥവാ ധാതുക്കൾ എന്നാണ്. എന്താണ് മിനറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി ഒക്യൂറിംഗ് മെറ്റൽസ് ഓർ കോമ്പൗണ്ട്സ് അഥവാ പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ലോഹങ്ങളെ പറയുന്ന പേരാണ് മിനറൽസ്. കിട്ടിയല്ലോ. അപ്പൊ ഒന്നാമത് പഠിക്കേണ്ട ആൾ ഇതാണ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മയിൽ വെച്ചോളാം. മിനറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിദത്തമായ അഥവാ നാച്ചുറലി കാണപ്പെടുന്ന മെറ്റൽസിനെ പറയുന്ന പേരാണ് മിനറൽസ്. കിട്ടിയല്ലോ, സെറ്റ് ആണല്ലോ. അങ്ങനെ രണ്ടാമത് എന്താണ് സർ നോക്കാനുള്ളത്, ഈ മിനറൽസിന് കുറച്ച് ക്വാളിറ്റീസ് വേണം അഥവാ ഗുണങ്ങൾ വേണം. സെറ്റ് ആണല്ലോ. വാട്ട് ആർ ദി ക്വാളിറ്റീസ് ഓഫ് മിനറൽസ്? പഠിച്ചു വെച്ചോളാം, നമ്മളെ മോഡൽ എക്സാമിൽ ചോദിച്ച ഭാഗം കേട്ടോ. സോ നോക്കണേ, മിനറൽസിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാ ചോദിച്ചാൽ ഈ ഒരു നാലെണ്ണം എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മയിൽ വെക്കുക. അബണ്ടൻസ് ആയിരിക്കണം അഥവാ സുലഭമായിരിക്കണം, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ കഴിയണം. അതായത് ഈ മിനറലിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ലോഹം പെട്ടെന്ന് വേർതിരിക്കാൻ പറ്റുന്ന പെട്ടെന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റണം. ഇനി മൂന്നാമത്തത് ഹൈ മെറ്റൽ കണ്ടന്റ് ആവണം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന മിനറൽ അഥവാ ധാതുവിൽ കൂടുതൽ എന്ത് വേണം, ലോഹത്തിന്റെ കണ്ടന്റ് വേണം. സെറ്റ് ആണല്ലോ. ഇനി ലോ പ്രൊഡക്ഷൻ കോസ്റ്റ്, ചെലവ് എന്തായിരിക്കണം, കുറഞ്ഞിരിക്കണം. ഈ ഒരു ഭാഗം ഒന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. മിനറൽസിന്റെ ഗുണങ്ങൾ ചോദിച്ചാൽ, ക്വാളിറ്റീസ് ചോദിച്ചാൽ എഴുതി വെച്ചോളാം. ഇനി ഇമ്പോർട്ടന്റ് ആണ് ഓറ് അഥവാ അയിരുകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ പഠിക്കേണ്ടത് മിനറൽസ് ആണ്, ധാതുക്കളാണ്. ഈ ധാതുക്കളിൽ നിന്നിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക, അയിരുണ്ടാക്കുക അഥവാ ഓർ ഉണ്ടാക്കുക. ബുദ്ധിമുട്ടില്ലല്ലോ, സെറ്റ് ആണല്ലോ. അപ്പൊ ഒരു മിനറലിൽ നിന്ന് പെട്ടെന്നും ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്കൊരു മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഓറുകൾ എന്ന് പറഞ്ഞാൽ. സിമ്പിൾ ആണ്, ബുദ്ധിമുട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മൾ എന്താ പറഞ്ഞത്, ഇതിപ്പോ ഒരു മിനറൽ ആണ്, ധാതുവാണ്. ഈ ധാതുവിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുക, നമ്മുടെ ഓറ് കിട്ടുക. ഈ ധാതുവിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടാക്കുക, ഓർ ഉണ്ടാക്കുക. ഈ ഓറിൽ നിന്നാണ് നമ്മൾ എന്ത് എക്സ്ട്രാക്ട് ചെയ്യുക, മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യുക അഥവാ ലോഹം എക്സ്ട്രാക്ട് ചെയ്യുക. ഈ മൂന്നെണ്ണേ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതോ. അതായത് മിനറല്, ഓറ്, മെറ്റല്, ഇത്രയേ ഉള്ളൂ. സെറ്റ് ആണല്ലോ. അപ്പൊ ആ ഒരു കാര്യം ഓർമ്മയിൽ വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ബോക്സ് നോക്കാതെ പോകരുത്, പരീക്ഷയ്ക്ക് എന്തായാലും വരും. കുറച്ച് മെറ്റൽസും ഉണ്ട്, അവന്റെ ഓർസും ഉണ്ട്, പഠിച്ചു വെച്ചോളട്ടാ. അലുമിനിയത്തിന്റെ ഓറിന്റെ പേര് എന്താ ചോദിച്ചാൽ പഠിച്ചങ്ങോട്ട് വെക്കുക. ഇനി നോക്കാതെ പോകരുത്. അലുമിനിയം ബോക്സ് എന്ന് ആലോചിച്ചാൽ മതി. എന്താടാ, അലുമിനിയം ബോക്സ്. അപ്പൊ അലുമിനിയത്തിന്റെ ഓറിന്റെ പേരാടാ ബോക്സൈറ്റ്. മലയാളത്തിലും അതിന്റെ കേട്ടോ, ബോക്സൈറ്റ് എന്ന് പറയുന്നു. രണ്ടാമത്തെ Fe ആണ്, അയൺ ആണ്. അയണിന് എന്താടാ, രണ്ട് ഓർസ് ഉണ്ട്, രണ്ട് അയണിന്റെ പേര് പഠിക്കണേ. ഹേമയുടെ ഇരുമ്പ് പെട്ടി എന്ന് ആലോചിക്കുക. എന്താടാ, ഹേമയുടെ ഇരുമ്പ് പെട്ടി. അപ്പൊ Feക്ക് ഏതൊക്കെയാണുള്ളത്, ഹെമറ്റൈറ്റ് ഉണ്ട്, മാഗ്നറ്റൈറ്റ് ഉണ്ട്. ആരാടാ, ഹെമറ്റൈറ്റ് ഉണ്ട്, മാഗ്നറ്റൈറ്റ് ഉണ്ട്. ഇനി മൂന്നാമത്തത് കോപ്പറിന്റെ സിമ്പിൾ, ജസ്റ്റ് ഓർമ്മയിൽ വെച്ചാൽ മതി. കോപ്പർ പൈറേറ്റ്സ്, കോപ്പർ ഗ്ലാൻസ്, കുപ്രൈറ്റ്. ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം കേട്ടോ. കോപ്പർ പൈറേറ്റ്സ് ഉണ്ട്, കുപ്രൈറ്റ് ഉണ്ട്, കോപ്പർ ഗ്ലാൻസ് ഉണ്ട്. ഈ മൂന്നാൾക്കാരും കോപ്പറിന്റെ. അടുത്ത് നോക്കാലോ, സിങ്കിന്റെ വെരി വെരി ഇമ്പോർട്ടന്റ്. സിങ്ക് ബ്ലെൻഡ് ആൻഡ് കലാമിൻ, ഇതൊക്കെ അവന്റെ ഓറാട്ടോ. സിങ്ക് ബ്ലെൻഡ്, കലാമിൻ. ഇനി ലാസ്റ്റത്തെ ടിന്നാണ്, കാസിറ്ററൈറ്റ് അല്ലെങ്കിൽ ടിൻ സ്റ്റോൺ. മക്കളെ ഈ ചാപ്റ്റർ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു 20 മിനിറ്റ് 25 മിനിറ്റ് നമുക്ക് സെറ്റ് ആക്കാൻ പോകുകയാണ്. സോ അതിൻ്റെതായുള്ള സ്പീഡ് ഉണ്ടാവും കേട്ടോ. സോ നോക്കണേ. സോ നമ്മൾ എന്ത് പഠിച്ചു, മെറ്റലും അവന്റെ ഓർസും പഠിച്ചു. ക്ലിയർ ആണല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് നല്ലോണം നോക്കി വെച്ചോളാം. കോപ്പർ പൈറേറ്റ്സ് ഉണ്ട്, കോപ്പർ ഗ്ലാൻസ് ഉണ്ട്, കുപ്രൈറ്റ് ഉണ്ട്. സെറ്റ് ആണ് സർ. ഇനി സിങ്ക് ചോദിച്ചാൽ സിങ്ക് ബ്ലെൻഡ്, കലാമിൻ. അപ്പൊ കലാമിൻ ഏതിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക് ആണെന്ന് പഠിച്ചു വെക്കുക. ഇനി ടിന്ന് ചോദിച്ചാൽ കാസിറ്ററൈറ്റ് അല്ലെങ്കിൽ ടിൻ സ്റ്റോണ്. ബുദ്ധിമുട്ടില്ല, സെറ്റാ. നമ്മൾ ആ ഒരു കാര്യം ഓർമ്മയിൽ വെച്ചോളാം. ഇതിന്റെ മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, സെറ്റാണ്, കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഭാഗമാണ് ലോഹ നിഷ്കർഷണം അഥവാ മെറ്റലർജി. അതായത് നമ്മൾ പറഞ്ഞു ഒരു മിനറല് കൺസെപ്റ്റ് മനസ്സിലാക്കണേ, അല്ലാതെ കിട്ടൂല കേട്ടോ. ഒരു മിനറല്, ഈ മിനറലിൽ നിന്ന് നമ്മൾ എന്തെടുക്കുന്നു, ഓറിനെ എടുക്കുന്നു, അയിരിനെ എടുക്കുന്നു. ഈ അയിരിൽ നിന്നാണ് നമ്മൾ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. സോ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ലോഹ നിഷ്കർഷണം. സോ സിമ്പിൾ സർ. ഒരു അയിരിൽ നിന്ന്, ഒരു ഓറിൽ നിന്ന് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ, ഘട്ടങ്ങളെ പറയുന്ന പേരാണ് ലോഹ നിഷ്കർഷണം അഥവാ മെറ്റലർജി. ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ദ ഓർസ്. അത്ര പഠിച്ചാൽ മതി. 3 മേജർ സ്റ്റെപ്സ് ഉണ്ടാവുക, 3 സ്റ്റെപ്സ് ഉണ്ടാവുക. ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് ഓർ, വെരി വെരി ഇമ്പോർട്ടൻ്റ്. പഠിച്ചോ, അയിരുകളുടെ സാന്ദ്രണം. അപ്പൊ ലോഹ നിഷ്കർഷണത്തിലെ 3 സ്റ്റെപ്സ് ചോദിച്ചാൽ അയിരുകളുടെ സാന്ദ്രണം, കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്. രണ്ടാമത്തെ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ, സാന്ദ്രീകരിച്ചതിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ. മൂന്നാമത്തത് റിഫൈനിങ് ഓഫ് മെറ്റൽ, ലോഹ ശുദ്ധീകരണം. വെരി ക്ലിയർ, ഒരു ബുദ്ധിമുട്ടില്ല, ക്രിസ്റ്റൽ ക്ലിയർ ആ. സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ആളെടുക്കാടാ, കോൺസെൻട്രേഷൻ ഓഫ് ഓർ, അയിരുകളുടെ സാന്ദ്രണം. ഇതിൽ 4 പഠിക്കാനുള്ളത്. ഇത് ഒന്നാമത്തെ, നമ്മൾ സിമ്പിളായി പഠിക്കാം. ഒന്നാമത്താടാ ഹൈഡ്രോളിക് വാഷ് ഓർ ലെവിഗേഷൻ. പഠിച്ച് വെച്ചോളട്ടോ. ഫസ്റ്റ് ഈ ഹെഡിങ് ഓർമ്മ ഉണ്ടാവണേ. കോൺസെൻട്രേഷൻ ഓഫ് ഓർ, അയിരുകളുടെ സാന്ദ്രണത്തിലെ ഒന്നാമത്തെ ആളാണ് ഹൈഡ്രോളിക് വാഷ് അഥവാ ലെവിഗേഷൻ, ജലപ്രവാഹത്തിൽ കഴുകുക. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക
മനസ്സിലാക്കുക, രണ്ടാൾക്കാരെ നമ്മൾ കയ്യിൽ ഇനി ഉണ്ടാവുള്ളൂ. ആരൊക്കെ അറിയാം? ഒന്ന് ഓറാവും, രണ്ടാമത്തത് ഇമ്പ്യൂരിറ്റീസ് ആവും. ആരാടാ? ഒന്ന് ഓറ്, രണ്ടാമത്തെ ഇമ്പ്യൂരിറ്റീസ്. ഐരും ഉണ്ടാവും, മാലിന്യം ഉണ്ടാവും. ആ രണ്ടാൾക്കാരെ വെച്ചിട്ട് ഇനി കളി നോക്കിക്കോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹെവിയർ ആയിട്ടുള്ള ഓറായിരിക്കും, അതായത് വെള്ളത്തിൽ കഴുകുമ്പോൾ ലെവിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള ഐരായിരിക്കും. സാന്ദ്രത കൂടുതൽ ആർക്കാടാ? ഐരിനാണ് വെയിറ്റ് കൂടുതൽ. അപ്പൊ ഇമ്പ്യൂരിറ്റീസിന് വെയിറ്റ് കുറവായിരിക്കും. എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾഡ് ഉണ്ട്, ഓക്സൈഡ് ഓർ ഉണ്ട്. ഓക്സിജൻ ഉള്ള ഓറിനെ നമ്മൾ ഓക്സൈഡ് ഓർ എന്നും സൾഫർ ഉള്ള എസ് ഉള്ള ഓറിനെ നമ്മൾ സൾഫൈഡ് ഓറും എന്നാണ് പറയുന്നത് എന്നുള്ള കാര്യം അറിയാലോ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അഥവാ പ്ലവന പ്രക്രിയ എന്ന് പറഞ്ഞാൽ. നേരത്തെ നമ്മൾ പറഞ്ഞു ഐരിനാണ് വെയിറ്റ് കൂടുതൽ. അപ്പൊ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉണ്ടാവുക? ഇമ്പ്യൂരിറ്റീസിന്, മാലിന്യങ്ങൾക്കാണ് വെയിറ്റ് കുറവ്. സോ അതിനെ പറഞ്ഞ പേരാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അഥവാ പ്ലവന പ്രക്രിയ. സോ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ സൾഫൈഡ് ഓറുകളാണ്. എന്താടാ? സൾഫൈഡ് ഓറുകളാണ്. ഈ രണ്ടെണ്ണം സെറ്റ് അല്ലേടാ. ഇനി മൂന്നാമത്തെ എന്താടാ? മാഗ്നറ്റിക് സപ്പറേഷൻ അഥവാ കാന്തിക വേർതിരിക്കൽ. വെരി സിമ്പിളാ. നമ്മളെ കയ്യിൽ രണ്ടാൾക്കാരെ, ഇന്റെ മക്കൾ ഇങ്ങനെ ആലോചിക്കടാ, നമ്മളെ കയ്യിൽ രണ്ടാൾക്കാരെ, ഒന്ന് ഓറുണ്ട്, രണ്ടാമത്തെ മാലിന്യം ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിന് എന്തുണ്ടാവുക? മാഗ്നറ്റിക് സപ്പറേഷൻ എന്ന് പറയുമ്പോൾ കാന്തിക ശക്തി, മാഗ്നറ്റിക് പവർ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കാന്തിക വേർതിരിക്കലാണ്. പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഓരോരോ ഇമ്പ്യൂരിറ്റി ഹാവ് എ മാഗ്നറ്റിക് നേച്ചർ. ഏതെങ്കിലും ഒന്നിന് മാഗ്നറ്റിക് നേച്ചർ ഉണ്ടെങ്കിൽ അവർ നമ്മൾക്ക് മാഗ്നറ്റിക് സപ്പറേഷൻ, കാന്തിക വേർതിരിക്കലാണ് യൂസ് ചെയ്യുക. അയൺ ടങ്സ്റ്റേറ്റ് ഫ്രം ടിൻസ്റ്റോൺ, ടിന്നിന്റെ അയിലായിട്ടുള്ള അയൺ ടങ്സ്റ്റേറ്റിലുണ്ട്. പിന്നെ മാഗ്നറ്റൈറ്റ്, ഇരുമ്പിന്റെ അയിലായിട്ടുള്ള മാഗ്നറ്റൈറ്റും ഓർമ്മയിൽ വെച്ചോളൂ കേട്ടോ, മറക്കല്ലേ. ഇനി നാലാമത്തെ ലീച്ചിങ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. മോൾ എക്സാമിന് ചോദിച്ചിരുന്നു ലീച്ചിങ്. ലീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർ അയിര് ലയിക്കുന്ന ലായനിയിൽ എന്ത് ചെയ്യുന്നു? ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നു അഥവാ ലയിപ്പിക്കുന്നു. അയിരും ഉണ്ടാവും, മാലിന്യം ഉണ്ടാവും. ആ ഒരു വെള്ളത്തിലെടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ആ സൊല്യൂഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുന്ന? നന്നായിട്ട് അയിരിനെ മിക്സ് ചെയ്യുമ്പോൾ അയിര് എന്ത് ചെയ്യുന്നു? ആ ലായനിയിൽ നന്നായിട്ട് ലയിക്കുന്നു. ലയിക്കാത്ത ആളാരുണ്ടാവുക? മാലിന്യം ഉണ്ടാവും, ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ആ മാലിന്യങ്ങൾ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ അവനെ പറഞ്ഞ പേരാണ് ലീച്ചിങ്. ദ സോല്യൂബിൾ ഓർ സോല്യൂബിൾ ആൻഡ് ഇമ്പ്യൂരിറ്റി ഇൻസോല്യൂബിൾ. അങ്ങനെ പഠിച്ചാൽ മതി. ഓർ എന്ത് ചെയ്യുന്നു? സോല്യൂബിൾ ആവുന്നു, ഇമ്പ്യൂരിറ്റീസ് സോല്യൂബിൾ ആവുന്നില്ല. സോ എക്സാമ്പിൾ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബോക്സൈറ്റ് ഇട്ടാ, അലുമിനിയത്തിന്റെ ഓർ ആയിട്ടുള്ള ബോക്സൈറ്റ് ആണ് ഇവിടുത്തെ എക്സാമ്പിൾ. ലീച്ചിങ് സെറ്റ് അല്ലേ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്സ് എന്താണ്? എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ദ കോൺസെൻട്രേഷൻ ഓർ. ഒന്നാമത് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തു. കോൺസെൻട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് മെറ്റലിനെ വേർതിരിക്കണം, എക്സ്ട്രാക്ട് ചെയ്യണം. അതിനും രണ്ട് സ്റ്റെപ്സ് ആണുള്ളത്. ഒന്നാമത്തത് ഏതാ ചോദിച്ചാൽ നോക്കിക്കോളാം. കൺവേർഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓർ ടു ഓക്സൈഡ് അഥവാ സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കി മാറ്റുക. സിമ്പിളാ. ഫസ്റ്റ് നമ്മൾ ഓക്സൈഡ് ആക്കുന്നു, അത് കഴിഞ്ഞാൽ അവന് റിഡക്ഷൻ ചെയ്യുന്നു, നിരോക്സീകരിക്കുന്നു. പരിപാടി കഴിഞ്ഞു. കൺവേർഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓർ ടു ഓക്സൈഡ്, സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കി മാറ്റുന്നു. ഓക്സിജൻ കൂടെ ചേർത്ത് എന്ത് ചെയ്യുന്നു? മാറ്റുന്നു, ഓക്സൈഡ് ആക്കി മാറ്റുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ഓക്സൈഡ് ആക്കിയ ആളെ നിരോക്സീകരിക്കുന്നു, റിഡക്ഷൻ ചെയ്യുന്നു. വെരി വെരി ക്ലിയർ ആ. ഇനി നോക്കിക്കോടാ, ഒന്നാമത്തത് അതായത് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കി മാറ്റുമ്പോൾ രണ്ട് പ്രോസസ്സ് എൻ്റെ മകൾക്ക് പഠിക്കാനുള്ള വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത് കാൽസിനേഷൻ, രണ്ടാമത്തെ റോസ്റ്റിംഗ്. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, പഠിച്ചു വെച്ചോ. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടാൾ ചൂടാക്കുക. പഠിച്ചോ. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാർ ചൂടാക്കുക. ഒന്നിൽ ചൂടാക്കുമ്പോൾ ഓക്സിജൻ ഉണ്ടാവും, രണ്ടാമത്തെ ചൂടാക്കുമ്പോൾ ഓക്സിജൻ ഉണ്ടാകൂല. അപ്പൊ എങ്ങനെയാണ് സർ പഠിക്കുക? എടാ റോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താടാ? വറുത്തെടുക്കുക, പൊരിച്ചെടുക്കുക എന്ന് പറയൂലേ. സോ ഈ റോസ്റ്റിംഗിന്റെ കൂടെ നമുക്ക് എന്തുണ്ടാവും? ഓക്സിജൻ ഉണ്ടാവും, വായു ഉണ്ടാവും. അപ്പൊ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് എയർ ആണ്. കാൽസിനേഷൻ എന്ന് പറഞ്ഞാലോ ആബ്സെൻസ് ഓഫ് എയർ ആണ്, അവിടെ വായു ഉണ്ടാകൂല. എക്സാമ്പിൾ പഠിച്ചാൽ മതി. പ്രസൻസ് ഓഫ് റോസ്റ്റിംഗിന് സൾഫൈഡ് ഓർ ആണ്. എസ് ഉള്ള ഓറുകളൊക്കെ എന്താ അവിടെ? റോസ്റ്റിംഗ് ആയിരിക്കും. ഇനി ഹൈഡ്രോക്സൈഡ് OHും കാർബണേറ്റ് എന്ന് പറയുമ്പോൾ CO3. ഇങ്ങനത്തെ ഓറുകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് കാൽസിനേഷൻ ആണ്. അപ്പൊ കാൽസിനേഷനും റോസ്റ്റിംഗും സെറ്റ് ആയിട്ട് ഇനി മറക്കരുതേ. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മൂന്നാം നോക്കിക്കൂടാ. റിഡക്ഷൻ. ഫസ്റ്റ് നമ്മൾ ഓക്സൈഡ് ആക്കുന്നു, രണ്ടാമത് ഓക്സൈഡ് ആക്കിയ ആള് റിഡക്ഷൻ ചെയ്യുന്നു. ഇത് മാത്രം പഠിച്ചാൽ മതി. ഈ സ്ലൈഡിൽ ഉണ്ട് എല്ലാം. സോ റെഡ്യൂസിങ് ഏജന്റിനെ പഠിക്കണം. 3 റെഡ്യൂസിങ് ഏജന്റ് പഠിച്ചോ, പരീക്ഷ ചോദിക്കട്ടോ. കാർബൺ ഉണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട് അഥവാ വൈദ്യുതി ഉണ്ട്. ഇന്റെ മക്കൾ പഠിക്കാം. ഇലക്ട്രിസിറ്റി ഈസ് എ പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ്. വൈദ്യുതിയാണ് ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് അഥവാ നിരോക്സികാരി. അപ്പൊ വൈദ്യുതി എവിടെ നിരോക്സികാരിയായിട്ട് യൂസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യം പഠിച്ചാൽ മതി. ഹൈ റിയാക്റ്റീവ് മെറ്റൽ, ഉയർന്ന ക്രിയാശീലമുള്ള ലോഹങ്ങളെ റെഡ്യൂസിങ് ചെയ്യാൻ, നിരോക്സീകരിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആൾ ആരാ ചോദിച്ചാൽ വൈദ്യുതി ആയിരിക്കും. പഠിച്ചല്ലോ. അപ്പൊ ഹൈ റിയാക്ടിവിറ്റി കൂടിയ ആൾക്കാരാണെങ്കിൽ അവന് നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യും. ലൈക്ക് അതായത് 3 ആൾക്കാർ പഠിക്കുക. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം. ഈ 3 ആൾക്കാരൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഇലക്ട്രിസിറ്റി ആണ് യൂസ് ചെയ്യുക. പിന്നെ അലുമിനിയം നിർമ്മിക്കാനും നമ്മൾ ഇലക്ട്രിസിറ്റി ആയിട്ട് യൂസ് ചെയ്യാം. ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. സെറ്റ് ആണല്ലോ.
ഇനി ZN ഓക്സൈഡ് അഥവാ ZnO ആണ്. അപ്പൊ ZN നമ്മൾ നിരോക്സീകരിക്കാൻ നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? കാർബണിനെയാണ് യൂസ് ചെയ്യുന്നത്. പഠിച്ചു വെച്ചോളാം. ZN നിരോക്സീകരിക്കാൻ കാർബണിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. സെറ്റ് അല്ലേ? ഇനി ഏറ്റവും ലാസ്റ്റ് ആണ് റിഫൈനിങ് ഓഫ് മെറ്റൽ അഥവാ ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് പ്രോസസ് ആണ് കിട്ടിയ മെറ്റലിനെ പ്യൂരിഫൈ ചെയ്യുക, ശുദ്ധീകരിക്കുക. റിഫൈനിങ് ഓഫ് മെറ്റൽ ആണ് അഥവാ ലോഹ ശുദ്ധീകരണം. പഠിച്ചു വെച്ചോ, നമ്മുടെ എക്സാമിന് വരാൻ പോകുന്ന ഒരു ഭാഗമാണ് ഈ സ്ലൈഡിലുള്ളത്. ഒന്നില്ലെങ്കിൽ ഉരുക്കി വേർതിരിക്കൽ അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ ചോദിച്ചിരിക്കും മക്കളെ. ലിക്വിഡ് ഡിസ്റ്റിലേഷനോ. സോ നോക്കിക്കോ, ഉരുക്കി വേർതിരിക്കൽ അഥവാ ലിക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റെ മക്കൾ പഠിക്കുക. ഉരുക്കി വേർതിരിക്കൽ ലിക്വേഷൻ, അതായത് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ആരാടാ? ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അഥവാ ദ്രവണാങ്കം കുറവുള്ള ആൾക്കാരെയാണ് നമ്മൾ ലിക്വേഷൻ പ്രകാരം എന്ത് ചെയ്യുക? പ്യൂരിഫൈ ചെയ്യുക. എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? ടിന്ന്, ലെഡ്. ആരൊക്കെടാ? ടിന്നും ലെഡുമാണ് ലിക്വേഷൻ എക്സാമ്പിൾ. ഇനി അടുത്തത് ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ബോയിലിംഗ് പോയിന്റ്. അത്രേ ഉള്ളൂ. താരതമ്യേന തിളനില കുറഞ്ഞ ലോഹങ്ങളെ ലോ ബോയിലിംഗ് പോയിന്റ് ആണ്, തിളനില കുറവാണ്. എക്സാമ്പിൾ ചോദിച്ചാൽ സിങ്ക്, കാഡ്മിയം, മെർക്കുറി. 3 എക്സാമ്പിൾ പഠിക്കുക. സിങ്ക്, കാഡ്മിയം, മെർക്കുറി. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ലിക്വേഷനും പഠിച്ചു, ഡിസ്റ്റിലേഷനും പഠിച്ചു. 2 കാര്യം പ്രോപ്പർ സെറ്റ് ആട്ടോ. ഇനി മൂന്നാമത്തേതാണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്, വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. വൈദ്യുതി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു. ഇതിൽ എപ്പോഴും പരീക്ഷയ്ക്ക് വെല്ലുണ്ടാ ഇവിടെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് ടെർമിനലിലാണ് നമ്മൾ എന്ത് വെക്കുക? പോസിറ്റീവ് ടെർമിനൽ ആനോഡ് അല്ലേ? ആനോഡിൽ നമ്മൾ വെക്കുന്നത് അശുദ്ധ ലോഹം. അങ്ങനെ പഠിച്ചാൽ മതി മക്കളെ. അതായത് സിമ്പിൾ ആണ്. പോസിറ്റീവിൽ നമ്മൾ വെക്കുന്നത് അശുദ്ധ ലോഹമാണ്. നമ്മൾ ഇങ്ങനെ ആലോചിക്കട്ടോ. എങ്ങനെയാണ് സാർ അങ്ങനെ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്, കോപ്പറിന്റെ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളൊരു ബീക്കർ അങ്ങോട്ട് സെറ്റ് ആക്കി വെക്കുന്നു. ബീക്കറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യേണ്ടത്. അപ്പോൾ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഈ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനോഡ് ആണല്ലോ. ഇങ്ങനെ ആലോചിക്കട്ടെ, പോസിറ്റീവ് ആനോഡ്. ആനോഡിൽ വെക്കേണ്ടത് അശുദ്ധ ലോഹം, ഇംപ്യൂർ കോപ്പർ. അത്രേ ഉള്ളൂ. ആനോഡിൽ വെക്കണം എന്താണ്? ആനോഡ് അശുദ്ധം എന്നാലോചിക്കുക. ആനോഡ് അശുദ്ധം അഥവാ ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പറാണ് നമ്മൾ എന്ത് വെക്കേണ്ടത്? നമ്മുടെ ആനോഡിൽ പ്ലേസ് ചെയ്യേണ്ടത്. ഇനി കാഥോഡിൽ വെക്കേണ്ടത് ആരെടാ? കാഥോഡിൽ വെക്കേണ്ടത് നമ്മൾ പ്യുവർ കോപ്പറിന്റെ ഒരു സാധനം വെച്ചാൽ മതി. കാഥോഡിൽ വെക്കേണ്ടത് ഒരു പ്യുവർ കോപ്പർ. പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആരെടുക്കേണ്ടത്? കോപ്പറിന്റെ ഇലക്ട്രോലൈറ്റ് ഏതാടാ? CuSO4 ആണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. പരിപാടി കഴിഞ്ഞു. അപ്പൊ ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ, കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷൻ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇംപ്യൂർഡ് മെറ്റൽ യൂസ്ഡ് ആനോഡ്, ദ പ്യൂസ് ഓഫ് ദ പ്യുവർ മെറ്റൽ യൂസ്ഡ് കാഥോഡ്. അതായത് ശുദ്ധലോഹം വെക്കുന്നത് കാഥോഡിലും. സെറ്റ് ആണല്ലോ. അപ്പൊ അതും പഠിച്ചു. ക്ലിയർ ആണ് മക്കളെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള കാര്യം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ, ഇരുമ്പിന്റെ നിർമ്മാണം. സോ കുറച്ച് ഫാസ്റ്റിലാണ് മാഷ് പോകുന്നത്, കാരണം നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് ഈ ചാപ്റ്ററിന്റെ ഒരു ഓവർവ്യൂ കിട്ടാൻ കേട്ടോ. സോ നോക്കണേ, എക്സ്ട്രാക്ഷൻ ഓഫ് അയണിന്റെ കാര്യത്തിൽ മക്കളെ പഠിക്കേണ്ടത് ഈ ഒരു പ്രോസസ്സിനെ പറഞ്ഞു. ഈ ഒരു ചൂളയെ പറഞ്ഞ പേരാണ് ബ്ലാസ്റ്റ് ഫർണസ്. എന്താ പറയാ? ബ്ലാസ്റ്റ് ഫർണസ് എന്നാണ് പറയാ. അപ്പൊ ഇരുമ്പിന്റെ നിർമ്മാണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോരോ സ്റ്റെപ്സ് പഠിക്കട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന അയിര് ഏതാ ചോദിച്ചാൽ Fe2O3 ആണ്. ആരാടാ? Fe2O3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെമറ്റേറ്റ് ആണ്. പഠിച്ചോട്ടോ. ഒന്നാമത് പോയിന്റ് പഠിച്ചേ. ഇരുമ്പ് നിർമ്മാണത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓർ ചോദിച്ചാൽ Fe2O3 ഹെമറ്റേറ്റ് ആണ്. അവന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആളാടാ ക്യുക്ലൈം, ലൈംസ്റ്റോൺ കേട്ടോ. ലൈംസ്റ്റോൺ CaCO3 എന്ന് പറഞ്ഞാൽ കാക്കോ3, കാൽസ്യം കാർബണേറ്റ് എന്ന് പറയാം. അപ്പൊ ഒന്നാമത്തെ ഹെമറ്റേറ്റ്, രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈംസ്റ്റോൺ ആണ് അഥവാ കാക്കോ3 ആണ്. മൂന്നാമത് നമ്മൾ യൂസ് ചെയ്യുന്ന ആളാടാ കോക്ക് അഥവാ കാർബൺ. സോ ഈ 3 ആൾക്കാരെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്ലാസ്റ്റ് ഫർണസിൽ ഇരുമ്പ് നിർമ്മിക്കുന്നത്. ഇന്ന മക്കൾ ഇവിടെ പഠിച്ചോളാം. ഇരുമ്പിന്റെ നിർമ്മാണത്തിൽ റെഡ്യൂസിങ് ഏജന്റ്, ഓരോ പോയിന്റും പഠിക്കട്ടോ. റെഡ്യൂസിങ് ഏജന്റ് നിരോക്സീകാരി ആരാ ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ്. ആരാടാ? കാർബൺ മോണോക്സൈഡ് ആണ്. ഇവിടുത്തെ മെയിൻ ഇമ്പ്യൂരിറ്റീസ് അഥവാ മാലിന്യം ആരാ ചോദിച്ചു കഴിഞ്ഞാൽ, ഇരുമ്പിന്റെ നിർമ്മാണത്തിലെ മാലിന്യം ആരാ ചോദിച്ചാൽ SiO2 ആണ് അഥവാ സിലിക്ക എന്ന് പറയൂട്ട. പഠിച്ചു വെക്കണേ. ഇനി നമുക്ക് ഓരോ ഇക്വേഷൻസ് ആണ് പഠിക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ, 5 ഇക്വേഷൻസ് ആണ് ബ്ലാസ്റ്റ് ഫർണസ് നടക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിരിക്കും. ഒന്നാമത്തത് നമ്മൾ ഇടുന്ന കാർബണും അതിലുള്ളിലുള്ള ഓക്സിജൻ മിക്സ് ചെയ്തിട്ട് എന്തായി മാറുന്നു? CO2. അപ്പൊ C+O2 gives CO2 ആയിട്ട് മാറുന്നത്. ബുദ്ധിമുട്ടില്ലല്ലോ. ഈ കാർബണിന്റെ ഓക്സൈഡ് വീണ്ടും എന്ത് ചെയ്യുന്നുടാ? നമ്മൾ മേളിടുന്ന കാർബണുമായിട്ട് കൂടി ചേർന്നിട്ട് 2CO ആയിട്ട് മാറുന്നു. ഇക്വേഷൻ പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ എന്താടാ? CO2 വീണ്ടും കാർബണുമായിട്ട് കൂടി ചേർന്നിട്ട് എന്തായി മാറുന്നു? 2CO. ഈ 2CO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ആണ്. ഈ കാർബൺ മോണോക്സൈഡ് ആണ് നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുക അഥവാ നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്നത്. ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി എന്ത് ചെയ്തു അറിയോ? അപ്പൊ നമ്മൾ ഇട്ട് ആരാടാ? Fe2O3 എന്ന് പറഞ്ഞാൽ
ഹെമറ്റൈറ്റ് ആണ്. ഈ ഹെമറ്റൈറ്റിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റണം? ഇരുമ്പിനെ കിട്ടണം. നിരോക്സീകാരായിട്ട് നമ്മൾ ആരെ യൂസ് ചെയ്യുക? കാർബൺ മോണോക്സൈഡിനെ യൂസ് ചെയ്യും. സർ എങ്ങനെ ഇക്വേഷൻ എഴുതാം? സിമ്പിൾ ആടാ. Fe2O3 എഴുതി. ഇവിടെ എത്ര ഓക്സിജനാണ് ഉള്ളത്? 3 ഓക്സിജനാ. ഈ 3 ഓക്സിജനെ കളയാൻ 3 കാർബൺ മോണോക്സൈഡ് യൂസ് ചെയ്തു. പരിപാടി കഴിഞ്ഞു. അപ്പൊ Fe2O3 + 3CO. അപ്പൊ നമുക്ക് ബാക്കിയുള്ള 2 Fe ആണ്. അപ്പൊ നമ്മൾ 2Fe എന്ന് എഴുതി, ബാക്കി 3CO2. പരിപാടി കഴിഞ്ഞു. സിമ്പിളാ. ഇക്വേഷൻസ് ഒക്കെ നമ്മൾ വിചാരിച്ചാൽ എഴുതാവുന്നതേ ഉള്ളൂ. ഒന്നാമത്തത് Fe2O3 എഴുതി, അതിന്റെ 3 ഓക്സിജനെ കളയാൻ 3CO gives 2Fe + 3CO2. ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇതാണ് ഇരുമ്പുണ്ടാകുന്ന ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ അയണിനെ കിട്ടി. ഇനി നമ്മൾ പഠിക്കേണ്ട കാര്യം, ഈ കാൽസ്യം കാർബണേറ്റ് ഇരുമ്പിന്റെ നിർമ്മാണത്തിൽ ബ്ലാസ്റ്റ് ഫർണസിൽ കാൽസ്യം കാർബണേറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാൽസ്യം കാർബണേറ്റ് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്തായി മാറുടാ? കാൽസ്യം ഓക്സൈഡും CO2 ആയിട്ട് മാറും. ഈ കാൽസ്യം ഓക്സൈഡ് യൂസ് ചെയ്യുന്നത് ഫ്ലെക്സ് ആയിട്ടാണ്. ഈ കാൽസ്യം ഓക്സൈഡ് ആണ് ഇരുമ്പിന്റെ നിർമ്മാണത്തിലെ ഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തിനാണ് ഫ്ലെക്സ് യൂസ് ചെയ്യുക? അതായത് ഇരുമ്പിന്റെ നിർമ്മാണത്തിലെ നമ്മളെ മാലിന്യങ്ങൾ, ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഫ്ലെക്സ് യൂസ് ചെയ്യുക. സോ ഈ ഫ്ലെക്സും ഗാങ് കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ലാഗ് ഉണ്ടാവുന്ന ഇക്വേഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഗാങ് പ്ലസ് ഫ്ലെക്സ് ഈക്വൽ ടു സ്ലാഗ് ഉണ്ടാവുന്ന ഇക്വേഷൻസ്. സോ ഇതാണ് മക്കളെ ഇരുമ്പിന്റെ നിർമ്മാണത്തിൽ. എൻ്റെ മക്കളെ എന്തായാലും പഠിക്കേണ്ട ഭാഗം നോക്കിയിട്ട് പോയിക്കോളൂ കേട്ടോ. സോ ഇനി നോക്കിക്കോളാ, ആ ബ്ലാസ്റ്റ് ഫർണസിന് താഴെ കൂടെ ചെറിയൊരു ഇരുമ്പ് കിട്ടും. ഈ ഇരുമ്പിനെ പറയുന്ന പേരാടാ എന്താടാ? പിഗ് അയൺ എന്ന് പറഞ്ഞാൽ ഈ ഇരുമ്പിനെ പറഞ്ഞ പേരാണ് പിഗ് അയൺ. ഇതിൽ 4% ആണ് കാർബൺ ഉണ്ടാവുക. പിന്നെ ഈ പിഗ് അയൺ നിന്ന് 2% കാർബൺ ഉള്ളതെന്ന് പറഞ്ഞ പേരാണ് കാസ്റ്റ് അയൺ. 2% കാർബൺ ഉള്ളതിന് നമ്മൾ കാസ്റ്റ് അയൺ എന്ന് പറയും. വീണ്ടും നമ്മൾ കാർബണിന്റെ പ്രസൻസ് കുറച്ച് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ശുദ്ധമായ പ്യുവർ ആയിട്ടുള്ള ഒരു ഇരുമ്പ് കിട്ടും. അതിനെ പറയുന്ന പേരാണ് റോട്ട് അയൺ എന്ന് പറഞ്ഞാൽ. പിഗ് അയൺ, കാസ്റ്റ് അയൺ, റോട്ട് അയൺ. സെറ്റ് ആണല്ലോ. ഈ കാര്യത്തിന്റെ മക്കൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയല്ല മക്കളെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എക്സ്ട്രാക്ഷൻ ഓഫ് കോപ്പർ. കോപ്പറിന്റെ നിർമ്മാണമാണ്. സോ കോപ്പറിന്റെ നിർമ്മാണത്തിൽ 2 ഓർസ് പഠിച്ചോളാം. കോപ്പറിന്റെ മെയിൻ 2 ഓർസ് പഠിച്ചോളാം. ഒന്ന് കോപ്പർ പൈറേറ്റ്സും രണ്ടാമത്തെ കോപ്പർ ഗ്ലാൻസുമാണ്. ബുദ്ധിമുട്ടില്ലല്ലോ. ഇത് 2 നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇവിടെ സൾഫർ ഉണ്ട്, ഇവിടെയും സൾഫർ ഉണ്ട്. സോ ഈ 2 ഓറുകളും സൾഫൈഡ് ഓറുകളാണ് എന്നുള്ള കാര്യം അറിയാം. ഇവനെ കോൺസെൻട്രേഷൻ ചെയ്യുന്ന രീതി ഏതാ ചോദിച്ചാൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആയിരിക്കും, അഥവാ പ്ലവന പ്രക്രിയ ആയിരിക്കും. ഓർമ്മയിൽ വെക്കണം കേട്ടോ. സൾഫൈഡ് ഓറാണല്ലോ. സോ ഇത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആയിരിക്കും. ഓർമ്മയിൽ വെച്ചാൽ മതി. ഇനി ഇവിടെ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ Cu2O+ കുപ്രസ് ഓക്സൈഡ് കുപ്രസ് സൾഫൈഡുമായിട്ട് കൂടി ചേർന്നിട്ട് എന്തായി മാറുന്നു? കോപ്പറും സൾഫർ ഡൈ ഓക്സൈഡുമായിട്ട് മാറുന്നു, SO2 ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർമ്മയിൽ വെച്ചോളാം, കോപ്പറിന്റെ എക്സ്ട്രാക്ഷൻ. സോ ഈ കോപ്പറിന്റെ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കോപ്പർ നമ്മൾ പ്യൂരിഫൈ ചെയ്യണം, അഥവാ പ്യൂരിഫിക്കേഷൻ ഓഫ് കോപ്പർ. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്ങിൽ കോപ്പറും സിങ്കിന്റെയും നമ്മൾ പഠിച്ചില്ലേ? സെയിം പ്രോസസ്സാണ്. അതായത് ആനോഡിൽ നമ്മൾ വെക്കുന്നത് ഇംപ്യൂർ ആയിട്ടുള്ള ഒരു കോപ്പറാണ്, കാഥോഡിൽ നമ്മൾ വെക്കുന്നത് ഒരു പ്യുവർ ആയിട്ടുള്ള കോപ്പറാണ്. സോ ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ വെക്കുന്നത് എന്താണ്? H2SO4 ചേർത്ത കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. ബുദ്ധിമുട്ടില്ലല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ആനോഡിൽ നമ്മൾ വെക്കുന്നത് എന്താണ്? ഇംപ്യൂർ കോപ്പർ ആണ് സർ, ഇംപ്യൂർ കോപ്പർ. അടുത്തത് കാഥോഡിൽ വെക്കുന്നത് പ്യുവർ കോപ്പർ ആണ്. ബുദ്ധിമുട്ടില്ല. ഇലക്ട്രോലൈറ്റ് ആരാടാ? CuSO4 ആണ്, കോപ്പർ സൾഫേറ്റ് ആണ്. ഇനി കെമിക്കൽ ഇക്വേഷൻ ടേക്ക് ഇൻ ദ പ്ലേസ് ആനോഡ്. ആനോഡിൽ നടക്കുന്ന ഇക്വേഷൻ ചോദിച്ചാൽ ആനോഡിൽ ഓക്സിഡേഷൻ അല്ലേ? Cu gives Cu2+ 2 ഇലക്ട്രോൺ ആണ്. ഇനി കാഥോഡിൽ നടക്കുന്നത് ചോദിച്ചാൽ Cu2++ 2 ഇലക്ട്രോൺ ഗീവ്സ് Cu ആണ്. ഇതാണ് മക്കളെ. ഇത് മാത്രം പഠിച്ചാൽ മതി. ആ ഒരു ഭാഗത്തിൽ നിന്ന് വിട്ട് കളയരുത്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? എക്സ്ട്രാക്ഷൻ ഓഫ് അലുമിനിയം. അലുമിനിയത്തിന്റെ നിർമ്മാണമാണ് പഠിക്കാനുള്ളത്. അലുമിനിയത്തിന്റെ നിർമ്മാണം മക്കളെ വെരി ഇമ്പോർട്ടൻ്റ്. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. എക്സ്ട്രാക്ഷൻ ഓഫ് അലുമിനിയം, അലുമിനിയത്തിന്റെ നിർമ്മാണത്തെ പറയുന്ന പേരാണ് ഹാൾ ഹെറോൾട്ട് പ്രോസസ്സ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹാൾ ഹെറോൾട്ട് പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം നിർമ്മിക്കുന്നതാണ്. സോ 2 സ്റ്റെപ്സ് ആണ് ഇതിലുള്ളത്. ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ് ആണ്, ബോക്സൈറ്റിന്റെ സാന്ദ്രീകരണം. രണ്ടാമത്തെ ഇലക്ട്രോലൈസിസ് ഓഫ് അലുമിനിയം ഓക്സൈഡ്. ഈ അലുമിനിയം ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ പേടിക്കേണ്ട ആവശ്യം അലുമിന എന്നാവും എൻ്റെ മക്കൾ പഠിച്ചിട്ടുണ്ടാവുക, അലുമിന. സോ കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സൈറ്റിനെ സാന്ദ്രണം ചെയ്യുന്ന രീതി നിങ്ങൾ പഠിച്ചില്ലേ? എന്താടാ? ലീച്ചിങ് എന്നല്ലേടാ? എന്താണ്? ലീച്ചിങ് ആണ്. സോ ഇത് ഇതിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി ഒന്നാമത്തെ നമ്മൾ എടുക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ്. ഏത് മെത്തേഡാടാ? ലീച്ചിങ് ആണ്. ലീച്ചിങ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുക? പൊടിച്ച അതിന് ചൂടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ഇട്ടാ പഠിച്ചു വെച്ചോ. നമ്മൾ അലുമിനിയത്തിന്റെ ഓറായിട്ടുള്ള ബോക്സൈറ്റിനെ ലീച്ചിങ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ ഏതാ ചോദിച്ചാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആണ്, അഥവാ ചൂടുള്ള സോഡിയം
ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആണ്, പഠിച്ചു വെച്ചോളാം. ഈ ലീച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂടാ അലുമിനെ കിട്ടുന്നു. ആരെ കിട്ടുക? അലുമിനെ കിട്ടും. സോ രണ്ടാമത്തെ പ്രോസസ് ആണ് ഇലക്ട്രോലൈസിസ് ഓഫ് അലുമിനിയം ഓക്സൈഡ്. അലുമിനിയം ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അലുമിനിയം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ Al2O3 എന്നാട്ടോ. ഇവനെ പറയുന്ന പേര് തന്നെയാണ് അലുമിന എന്ന് പറഞ്ഞാൽ. പഠിച്ചു വെക്കണേ, അലുമിനിയം ഓക്സൈഡിനെ പറയുന്ന പേര് തന്നെയാണ് അലുമിന എന്ന് പറഞ്ഞാലും. സോ ഈ അലുമിനിയം നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രോലൈസ് ചെയ്യണം. ഇവിടുന്ന് കുറേ ചോദ്യം വരും കേട്ടോ, പഠിച്ചു വെച്ചോ. നോക്കാം. സാന്ദ്രണത്തിന് ശേഷം ലഭിച്ച അലുമിനിയയിലേക്ക് ഉരുകിയ ക്രയോലൈറ്റ് ചേർത്ത് ലായനിയാക്കി മാറ്റുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നടാ? നമ്മൾ ഇലക്ട്രോലൈസ് ചെയ്യുമ്പോൾ അലുമിനിയുടെ ഇലക്ട്രോലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അവനിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്രയോലൈറ്റ് ചേർക്കുന്നുണ്ട്. എന്താടാ? ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് സർ ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത്? 2 പോയിന്റ് പരിശോധിച്ച് ചോദിക്കടാ. അപ്പൊ അലുമിനിയുടെ ഇലക്ട്രോലൈസ് ചെയ്യുമ്പോൾ എന്തിനാണ് ക്രയോലൈറ്റ് ചേർക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് അലുമിനിയുടെ ദ്രവണാങ്കം മെൽറ്റിംഗ് പോയിന്റ് ഭയങ്കര കൂടുതലാണ്. ഈ മെൽറ്റിംഗ് പോയിന്റ് കുറക്കണം. ഭയങ്കര അഹങ്കാരമാണ്, അഹങ്കാരം കുറക്കണം എന്ന് പറയൂലേ. അപ്പൊ മെൽറ്റിംഗ് പോയിന്റ് കുറക്കാനും അതുപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വൈദ്യുത ചാലകത കൂട്ടാനുമാണ്. സോ നോക്കിക്കോ, ഈ ഒരു ഇമേജിൽ എന്താടാ ഇതിൽ ആരുണ്ടാവും ചോദിച്ചാൽ ക്രയോലൈറ്റ് ഉണ്ടാവും, അലുമിനിയം ഉണ്ടാവും. എന്താ ക്രയോലൈറ്റ് ചേർക്കുക ചോദിച്ചാൽ മെൽറ്റിംഗ് പോയിന്റ് കുറക്കാനും അതുപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യാനാടാ? കൂട്ടാനുമാണ്. മക്കളെ ഈ സ്ലൈഡ് അടിപൊളിയായിട്ട് മക്കൾ പഠിച്ചോളൂ കേട്ടോ, വിട്ട് കളയരുതേ. സോ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലുമിനിയം എന്ത് ചെയ്യാൻ? നമ്മൾ റെഡ്യൂസ് ദ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഇൻക്രീസ് ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. പഠിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ട്രക്ചറാണ് പഠിച്ചു വെച്ചോളൂ, ഈ ഒരു ഇമേജാണ് പഠിച്ചു വെച്ചോളാം. നമ്മൾ ഇവിടെ അലുമിനിയം ഇലക്ട്രോലൈസ് ചെയ്യുമ്പോൾ നോക്കണേ. സോ ഈ കാർബൺ ലൈനിങ്ങിനെ നമ്മൾ എന്താടാ? ഇവിടെ നെഗറ്റീവ് ചാർജ്. സോ കാർബൺ ലൈനിങ് എന്തായിരിക്കും? കാഥോഡ് ആയിരിക്കും. കാർബൺ ലൈനിങ് കാഥോഡ് ആണ്. അങ്ങനെയാണെങ്കിൽ കാർബൺ റോഡ്സ് എന്താണ് വരിക? കാർബൺ ദണ്ടുകൾ എന്താ വരിക? ആനോഡ് ആയിട്ടാണ് വരിക. പഠിച്ചു വെക്കണേ. കാർബൺ ലൈനിങ് കാഥോഡും കാർബൺ റോഡ്സ് ആനോഡുമാണ്. ഇനി ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉരുകിയ ക്രയോലൈറ്റും അലുമിനിയം ചേർക്കുന്നുണ്ട്. ബുദ്ധിമുട്ടില്ല. അപ്പൊ നോക്കണേ, ശ്രദ്ധിക്കണേ. ഇവിടെ നമ്മൾ ആനോഡായിട്ട് നമ്മൾ ആനോഡിലോട്ട് ആരാ വരിക ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു വെച്ചോളാം. ആനോഡിൽ വരുന്നത് ഓക്സിജൻ ആയിരിക്കും. ആനോഡിൽ ആരാ വരിക? ഓക്സിജൻ വരിക. പഠിച്ചു വെക്കട്ടോ. ഇനി കാഥോഡിലാണ് നമ്മുടെ അലുമിനിയം ഉണ്ടാവുക. ആരാടാ? കാഥോഡ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആൻസർ പറയാം കേട്ടോ. ആനോഡായിട്ട് ശരിക്കും നമ്മൾ കാർബൺ റോഡ്സ് ആണെന്നൊക്കെ അറിയാം. പക്ഷെ അവിടെ വരുന്ന ഗ്യാസ് ഏതാ ചോദിച്ചാൽ ആനോഡിൽ വരുന്ന വാതകം ഓക്സിജൻ ആയിരിക്കും. കാഥോഡിലാണ് നമ്മുടെ അലുമിനിയം കിട്ടുക. അലുമിനിയം കിട്ടുന്നത് കാഥോഡിലായിരിക്കും. ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ ക്രയോലൈറ്റ് ചേർക്കുന്നുണ്ട്. ഇനി ആനോഡിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നം, സോറി ഒരു മിനിറ്റ്, ഇവിടെ ഉണ്ട് അല്ലേ, നോക്കാം. ആനോഡായിട്ട് നമ്മൾ കാർബൺ റോഡ്സ് ഉണ്ട്, കാർബൺ ദണ്ഡങ്ങളുണ്ട്. കാഥോഡായിട്ട് കാർബൺ ലൈനിങ് ഉണ്ട് അല്ലേ. ഇനി ഇലക്ട്രോലൈറ്റ് ക്രയോലൈറ്റ് ഉണ്ട്, ക്രയോലൈറ്റ് ഉണ്ട്. പിന്നെ അടുത്തത് നോക്കിക്കോ. ആനോഡിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നം ഓക്സിജൻ ആണ്. കാഥോഡിൽ ഉണ്ടാകുന്നത് അലുമിനിയം ആണ്. നിരോക്സികാരി ആരാ ചോദിച്ചാൽ കറന്റ് ആണ് അഥവാ ഇലക്ട്രിസിറ്റി ആണ് അഥവാ വൈദ്യുതി എന്ന് പറയുന്നു. ആരാടാ? ഇലക്ട്രിസിറ്റി അഥവാ വൈദ്യുതി. ഈ കാര്യം എൻ്റെ മക്കൾ നല്ലോണം നോക്കിയിട്ട് പോയിക്കോളി. അലുമിനിയത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഭാഗം സെറ്റ് ആണല്ലോ. അപ്പൊ ഈ ഒരു കാര്യം എൻ്റെ മക്കൾ നല്ലോണം നോക്കിക്കോളാം, വിട്ട് കളയരുത്. സോ അലുമിനിയത്തിന്റെ അലോയ്സ് പഠിക്കാൻ പറഞ്ഞാൽ അലുമിനിയം അടങ്ങിയ പ്രധാനപ്പെട്ട ലോഹസങ്കരമാണ് അലോയ്സ് ഉണ്ട്. അലുമിനിയം അടങ്ങിയിട്ടുള്ള അലോയ്സ് ഉണ്ട്, ലോഹസങ്കരമാണ് ഡുറാലുമിനും അൽനിക്കോയും. ഈ അൽനിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അൽനിക്കോയിലെ ഘടകങ്ങൾ ആരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ FeAl, നിക്കൽ, കൊബാൾട്ട് കേട്ടോ. അൽനിക്കോ എന്ന് ആലോചിച്ചാൽ മതി. അലുമിനിയം, നിക്കല്, കൊബാൾട്ട്, Fe കിട്ടിയല്ലോ. സോ ഇതൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? പെർമനന്റ് മാഗ്നറ്റ് യൂസ് ചെയ്യാണ് ഉണ്ടാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് സെറ്റ് ആക്കിയിട്ട് വെച്ചോളാം. അപ്പോൾ ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുക? ഡിസ്കസ് ചെയ്യുക. സോ എല്ലാവരും കൂടെ കൂടിക്കോ. നമുക്ക് നാളത്തെ എക്സാം അടിച്ച് പൊളിച്ച് എന്ത് ചെയ്യണടാ? സെറ്റ് ആക്കണം. സോ ഓക്കെ, ബൈ.